ഫ്രണ്ട്സ്, അപ്പോൾ തൊട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഞങ്ങളിന്ന് പുറത്ത് പോകുകയെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞാനും മുത്തേച്ചിയും തേച്ചിയും നിഷിയും കൂടിയിട്ട് കറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. കറങ്ങാനെന്ന് പറഞ്ഞാൽ വേറെ എവിടേക്കൊന്നുമില്ല, ടൗണിലേക്കൊക്കെ ഒന്ന് പോവുക, ഫുഡൊക്കെ കഴിക്കുക, കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരിക. അപ്പോൾ ഞങ്ങൾ വെസ്റ്റ് എത്തി. അത് കഴിഞ്ഞിട്ടാണ് ഇത് നിഷ വന്നത്. എന്നെ ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടൗണിൽ ഇച്ചിരി എല്ലാവരും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. നിഷ വന്നിട്ട് പിന്നെ ഇനി ഇന്ത്യച്ചിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തതൊന്നുമല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചതാട്ടാ. ഞങ്ങൾ 4 പേരും ജോലിക്കൊന്നും പോകാത്ത കാരണം എപ്പോഴും വീട്ടിലൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ദിവസവും ഒരേ റുട്ടീൻ തന്നെയാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരണ്ടേ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതേപോലെ ഈ ഗേൾസ് ഗാങ് മാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പോണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇതിൽ നിന്ന് തുടക്കമായിട്ട് ഞങ്ങൾ എല്ലാ മാസം ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ഫാമിലിയുടെ ഒപ്പം പോകുന്നുണ്ടെന്ന് വെച്ചാലും അതൊരു വേറൊരു വൈബാണ്. ഇത് വേറൊരു ഇതാണല്ലോ. ഇത് കുറച്ചും കൂടി നമ്മൾക്കിപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ വെച്ചാൽ ആരും നിയന്ത്രിക്കാനില്ല. ടൈം ഇത്രയേ അല്ലെങ്കിൽ അങ്ങനെ വേല അങ്ങനെയൊന്നും ഇല്ലല്ലോ, തിരക്കുകളൊന്നുമില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഫാമിലിയോടൊപ്പം പോയി അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ പറഞ്ഞാൽ. എന്നാലും കുട്ടികളൊക്കെ ഉള്ള കാരണം നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും, അവരെ നോക്കണം, അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സമയം കണ്ടെത്തണമല്ലോ. അപ്പം നമ്മളിത് ഇങ്ങനെ എന്തൊരു തുടക്കം കുറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് അറിയില്ല. നമുക്ക് ഒഴിവുള്ളപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ ഒരു ദിവസം പോവാം. ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടേ, ശരിക്കും കാണാലടി. നിന്നെ കാണാൻ നമ്മൾ ഷോപ്പിങ്ങിന് കയറണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല വന്നത്. നമ്മൾ ജസ്റ്റ് ഒന്നും ഇവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചല്ലോ. പക്ഷേ കണ്ടപ്പോൾ പിന്നെ ഓരോരുത്തർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തർ ഓരോ വഴിക്കായി. അങ്ങനെ നിഷേനെ കാണാണ്ടായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടോ. ലാസ്റ്റ് അവളെ ഫസ്റ്റിൽ കയറിയപ്പോൾ കണ്ടതാണ്. പിന്നെ അവൾ എവിടേക്കോ പോയി. അവളുടെ കാര്യം എന്തിട്ടൊക്കെയോ അവൾ നോക്കിയിരുന്നു. ഞങ്ങൾ 4 പേര് 4 സ്ഥലത്തേക്ക് പോയിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങിക്കണതിൻ്റെ ഇടയിലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗ്ലാസ്. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല, എന്തോ കോറലൊക്കെ ആയിട്ട് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. ഷോപ്പിങ്ങേ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവാത്തത് കാര്യമായിരുന്നു. പക്ഷേ നല്ലൊരു പൈസ അവിടെ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചത് മുത്തിച്ചാണ് കേട്ടോ. അവളെ ഞാൻ കളിയാക്കാണ് ഇപ്പോൾ. നിന്റെ ബാക്കി 53 രൂപയുള്ള ഈ ബാഗിന് 53 രൂപ. ആ കണ്ടോ, അത് ഇത് ആവശ്യമില്ലാണ്ട് വാങ്ങിച്ച സാധനമല്ല. ബസ്സൂന് ലഞ്ച് കൊണ്ടുവന്ന് നേരത്തെ പോണം. അപ്പൊ പിള്ളേരേലും കൊടുക്കാൻ വേണ്ടി വെച്ചതാ. ആ വാങ്ങിക്കുന്നു വിചാരിച്ചിട്ടിരിക്കുന്നു സൊസൈറ്റി. ഇത് പിന്നെ ഇവള് ടീഷർട്ട് വെച്ചിട്ട് പിന്നെ നിഷയുടെ പല വെച്ചിട്ട് ബേബി ഞങ്ങളെ മോളിൽ പോണോ? ഇവിടെ നിക്ക. അപ്പോൾ നിഷേരെ ഷോപ്പിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടിയിലത്തെ ഫ്ലോറിലാണ് ഡ്രസ്സൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. വിശാൽ മാർട്ട് എന്ന് തോന്നുന്നുണ്ട്, പേരിക്ക് ഓർമ്മയില്ല, അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ടാണ് നമുക്ക് പൈസ മൊത്തം പൊടിഞ്ഞത്. കാരണം നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഈ ഷോപ്പിംഗ് തോന്നും കേട്ടോ. തീരെ നമ്മളിങ്ങനെ ഷോപ്പിംഗ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ കണ്ടപ്പോൾ കയറിയതാണ്. പക്ഷെ നല്ലോണം പൈസ ഇവിടെ നിന്ന് പൊടിഞ്ഞു. വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ നല്ല റേറ്റ് കുറവിന് ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തച്ചിട്ട് ഒരുവിധം പൈസയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. കാരണം അവൾ ആവശ്യമുള്ളതാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാതും ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു. പിന്നെ ഈ സെക്ഷൻ എത്തിയപ്പോൾ ഞങ്ങൾ 3 പേരും ചെറിയ കുട്ടികളായോ എന്ന് ഒരു ഡൗട്ടായി. കാരണം എല്ലാവർക്കും അപ്പോൾ കുട്ടികളെ വേണം, പാവക്കുട്ടീൻ്റെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ ഏജ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. ഗേൾസിന് പ്രത്യേകതയാവില്ല, അവർ ഇഷ്ടം കൂടുതൽ. എനിക്ക് ഭ്രാന്താട്ടെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. ഞാൻ മിഴിക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും. മിഴിക്കാവില്ല ആവശ്യം, ഇപ്പോഴും എനിക്കാണ് ആവശ്യം. ഇത് നമ്മളിവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഇതായിട്ട് എന്താ പറയുക സാധനങ്ങൾ പിടിച്ചിരിക്കണ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ കവറുകളൊക്കെ വെച്ചു. കാരണം നമ്മൾ ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് അടിക്കുന്ന പ്ലാൻ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിച്ചു. നമ്മൾ വെറൈറ്റി കഴിക്കണം, അങ്ങനെ കഴിക്കണം, ഇങ്ങനെയൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ
സാധാരണ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക സ്ഥിരം ഉള്ള ദേശീയ ഭക്ഷണമായിട്ട് മന്തി തന്നെ നമ്മൾ കഴിച്ചു. മന്തി കഴിക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയത് അവിടെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു കേട്ടോ സ്ഥലം. ഇത് എന്തോ പേര്, കിച്ചൺ തലശ്ശേരി എന്നായിരുന്നു റെസ്റ്റോറൻറ്റ് പേര്. അങ്ങനെ തന്നെയല്ല, അങ്ങനെയാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ഒരു മണ്ടത്തരം ചെയ്തു. അവിടുത്തെ സ്പെഷ്യൽ തലശ്ശേരി ബിരിയാണി ആയിരുന്നു. അത് വരെ പറയാണ്ട് മന്തിയാണ് പറഞ്ഞത്. കാരണം ബിരിയാണി കഴിക്കാൻ ആർക്കും വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് മന്തിയാണ് പറഞ്ഞത്. നമുക്ക് അത് ഭയങ്കര ഫ്ലോപ്പായിട്ടാണ്, വിഷമമായി. കാരണം നമ്മൾ വെറൈറ്റി ഒക്കെ പിടിക്കാമെന്നൊക്കെ വിചാരിച്ച് പോയിട്ട് ലാസ്റ്റ് അവിടെ തന്നെ എത്തിയപ്പോൾ കഴിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. കഴിച്ച് കഴിഞ്ഞപ്പോൾ വേറെ വല്ലതും കഴിക്കായിരുന്നു എന്ന് തോന്നി. പക്ഷെ നമ്മൾ ഭയങ്കര ഫ്രീ ആയിരുന്നു കേട്ടോ. നമ്മുടെ മൈൻഡും എന്താ പറയുക, ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ സ്ഥിരം ഇങ്ങനെ പോകാറുള്ളതാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഒപ്പം പിന്നെ ഞങ്ങൾ 4 പേരൊക്കെ പോകാറുണ്ട്, ചേച്ചിമാർ. എന്നാലും എപ്പോഴും വല്ലപ്പോഴും ഒക്കെ അല്ലേ പോകാറ്. പക്ഷേ ആ ഒരു ദിവസം നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. ഇത് കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ എവിടേക്കും പോകണില്ല, ഞങ്ങൾ എവിടേക്കും കൊണ്ടുപോയില്ല എന്ന് വിചാരിക്കാനായിട്ട് ഞങ്ങളൊക്കെ പുറത്തേക്കൊക്കെ പോകാറുള്ളതാണ് ഫാമിലി ആയിട്ട്. നമുക്കിങ്ങനെ തന്നെ പോകാൻ പറ്റാറില്ല, കാരണം നമുക്ക് കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളാണ്. അതുമല്ല വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പോകാനൊന്നും പറ്റാത്തത് തന്നെ. നല്ല രസമുണ്ടായിരുന്നു. ഷോപ്പിംഗ് വിചാരിച്ചത് ഇങ്ങനെയല്ല, ഷോപ്പിങ്ങിന് വന്നതല്ല. പക്ഷെ പകുതി മുക്കാൽ നമ്മൾ ഷോപ്പിംഗ് ആയി. ഇതിനൊക്കെ കാരണം ചേച്ചിയാണ്. അല്ല, ആ ചേച്ചിയാണ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. ആളുകളുടെ മുന്നിൽ പർച്ചേസ് ചെയ്തത് ഞാനാണ്. ഒന്നും പിന്നെ നമ്മൾ ഫുഡ് വന്നു. പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും ഉണ്ടാവില്ല, കാരണം ഫുഡ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ 4 പേരും ഫുഡ് അടിയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേട്ടോ. ഫുഡൊക്കെ നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അവിടെ വേറെ കാണാം. നിഷ പോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ മ്യൂസിയത്തിലേക്ക് പോവാണ് കേട്ടോ. ഓട്ടോക്കാരനായിട്ട് ഞങ്ങൾ നല്ല ജോലിയായി, നല്ലോണം വർത്താനൊക്കെ പറഞ്ഞ് നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ വേറെ കുറേ കത്തിയൊക്കെ അടിച്ചു. മന്തി കഴിച്ചു ഞങ്ങള്. കിട്ടാ ബില്ല് 2000 അല്ല, ഏകദേശം 4000. അവിടെ എങ്ങനെ തലശ്ശേരി അത് നല്ല ഹോട്ടലാ? തലശ്ശേരി ഞങ്ങള് 3 പേര് ഒരു വീട്ടില് ചേച്ചിനെത്തി. ഇവള് ഞങ്ങളുടെ ചേട്ടന്റെ ഭാര്യ. എന്റെ കോയമ്പത്തൂര് മലയാളം മനസ്സിലാവില്ല അവൾക്ക്. അപ്പോൾ നമ്മൾ പരമാവധി ആ ഓട്ടോറിക്ഷ ചേട്ടനെ കുറേ കത്തി വെച്ച് കൊന്നുണ്ട് കേട്ടോ.
കഴിച്ച് ഫുഡൊക്കെ ഒന്ന് ദഹിക്കട്ടെ എന്ന് വെച്ചിട്ട് ഓട്ടോറിക്ഷ ചേട്ടനോട് അവിടെ നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ നടക്കാമെന്ന് പറഞ്ഞു, കുറച്ച് ദൂരം. അപ്പോൾ നമ്മൾ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തോളം വരെ നടക്കാമെന്ന് ചോദിച്ചിട്ട് എല്ലാവരുടെ കയ്യിലും നല്ല കവറുകളും ഇതൊക്കെ ഇല്ലേ. എൻ്റെ കയ്യിലും വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഇതൊക്കെ ഒരാളുടെ, ഇതൊക്കെ മുത്തേച്ചിട്ട് ഇവളുടെയാണ്. ഇവള് സുഖമായി നടന്നിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നത്. ഞങ്ങൾ 3 പേരും കവറുകളൊക്കെ പിടിച്ചിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ഇഷ്ടമായിട്ട് നടന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല കാലുവേനയും ഇതൊക്കെ ആയി, കാരണം നമ്മളങ്ങനെ നടന്ന ശീലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അയ്യോ മതിയായി എന്ന് തോന്നി നടന്നിട്ട്. നമ്മൾ സത്യത്തിൽ ഇങ്ങനെ നടന്നൊന്നും വരാത്തത് കാരണം ഇപ്പോൾ ഇതുകൂടെയൊക്കെ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ആരും 4 പേരും കയറിയിട്ടില്ല എന്നൊന്നും. അപ്പോൾ നമ്മൾ മ്യൂസിയം ശക്തൻ തമ്പുരാൻ കൊട്ടാരം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ സ്ഥിരം വരുന്ന ഒരു സ്ഥലമായിരുന്നു പഠിക്കുമ്പോൾ കോളേജിലുള്ള. നീ താൻ തോന്നിയത് ഞങ്ങൾക്കറിയാം. എന്റെ ഏരിയത് ഇവള് സർവേക്ക് വന്നപ്പോ ചോപ്പ ചെമ്പകാണോ പച്ച ചെമ്പകാണോ അല്ല വെള്ള ചെമ്പകാണോ? ഇവളുടെ ഒരു അതിശയം. ഞാൻ ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. ഈ മുത്തു ഇത്ര നാളായിട്ട് നമ്മുടെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം നമ്മുടെ ഐക്കണാണ്, നമ്മുടെ തൃശ്ശൂരിന്റെ. വന്നിട്ടില്ലെന്ന് ഞങ്ങളൊക്കെ ഞാൻ തമിഴ്നാട്ടിന് തൃച്ചിന്ന് വന്ന ഈ നിശ വേണ്ടി വന്നു. നിശ പറഞ്ഞിട്ട് കാര്യം. നിശ ഇപ്പൊ അല്ലാതെ പോവാ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാലല്ലേ ഇപ്പൊ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ത്യച്ച് അവിടെ നിന്ന് തന്നെ വടക്കേ സ്റ്റാൻഡിൽ തന്നെ ബസ് കയറി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഒരു ഷേക്കൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. അപ്പോൾ നമ്മൾ ഈ ഷേക്ക് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഷേക്ക് അവൾക്ക് മിസ്സായതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കാനുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ശക്തനിലേക്കാണ് കേട്ടോ പോകുന്നത്. എനിക്കറിയാം തമിഴ് പറയാൻ പറയുന്നുണ്ട് അവള്. തമിഴ് സംസാരിച്ചോ തമിഴിൽ സംസാരിച്ചു ഞങ്ങളൊരു നെക്സ്റ്റ് സ്നേഹതീരം സ്നേഹതീരം ഞങ്ങള് തന്നെയുള്ള ഗേൾസ് അല്ല ഫാമിലി പിള്ളേർക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ. ഞങ്ങള് ഫാമിലി ആയിട്ട് നെക്സ്റ്റ് അങ്ങനെ വീഡിയോ സ്നേഹതീരം പോകണ്ട അല്ലേ? ഓക്കെ. അപ്പോ അതിന് മുന്നല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഞങ്ങൾ ഗേൾസ് ഗാങ് വേറെ പോവും. അത് സ്നേഹതീരം ഫാമിലി ആയിട്ട് അപ്പോൾ ഞങ്ങൾ 4 പേര് ഇന്നത്തെ ദിവസം എന്തായാലും അടിച്ചു പൊളിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.